പശ്ചിമബംഗാളിലെ പരലിയയിൽ യോഗി ആദിത്യനാഥ് പങ്കെടുക്കുന്ന റാലിക്ക് അനുമതിയില്ല. അനുമതി നൽകിയിട്ടില്ലെന്ന് പരുലിയ എസ്.പി അറിയിച്ചു. റാലി നടത്തിയാൽ നടപടിയെടുക്കുമെന്നും എസ്.പി പറഞ്ഞു. കെ.പി. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, നേരത്തെ യോഗി ആദിത്യനാഥിന്റെ റാലിക്കടക്കം ബി.ജെ.പി. ദേശീയ അധ്യക്ഷന്റെ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നതിനടക്കമുള്ള അനുമതി നിഷേധിച്ചിരുന്നു മമതാ സർക്കാർ. ഇപ്പോൾ പുതിയ നീക്കം എങ്ങനെയാണ്? രഞ്ജിത്ത്, മമതാ സർക്കാരും ബി.ജെ.പിയും തമ്മിലുള്ള ശീതയുദ്ധം അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബി.ജെ.പിയുടെ റാലികൾക്ക് എല്ലാ തരത്തിലും തടയിടുന്ന സമീപനമാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ മമതാ സർക്കാർ കൈക്കൊള്ളുന്നത്. നേരത്തെ അമിത്ഷാ അടക്കമുള്ളവർക്ക് പശ്ചിമബംഗാളിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പങ്കെടുക്കേണ്ട മാൾഡയിലെ റാലിയിൽ പങ്കെടുക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ടെലിഫോണിലൂടെയായിരുന്നു യോഗി ആദിത്യനാഥ് ആളുകളെ അഭിസംബോധന ചെയ്തത്, പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. ഇന്ന് ജാർഖണ്ഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം പശ്ചിമബംഗാളിൽ എത്തുകയും വൈകിട്ട് നടക്കുന്ന റാലിയിൽ അഭിസംബോധന ചെയ്യുക എന്നുള്ളതായിരുന്നു ബി.ജെ.പിയുടെ പ്ലാൻ. ഈ നിലയിൽ ഉത്തർപ്രദേശിൽ നിന്ന് യോഗി ആദിത്യനാഥ് പുറപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെയൊരു റാലി നടത്താൻ അനുമതി നൽകിയിട്ടില്ല എന്ന വിവരം പുറത്തുവരുന്നത്. പരുലിയ എസ്.പി തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. സർക്കാർ അനുമതി നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ റാലി നടത്തുകയാണെങ്കിൽ സംഘാടകർക്കെതിരെ നടപടിയെടുക്കും എന്ന നിലപാടാണ് ഇപ്പോൾ എസ്.പി അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും ബംഗാളിൽ CBIയെ വിട്ടുകൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് മമതാ ബാനർജി ആരോപിക്കുമ്പോൾ തന്നെ ജനാധിപത്യത്തെ തകർക്കുന്ന സംവിധാനമാണ് കേന്ദ്ര സർക്കാരിന്റേത് എന്ന് പറയുമ്പോൾ തന്നെയാണ് ബി.ജെ.പി പ്രവർത്തകർക്ക് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ കാലുകുത്താൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം പശ്ചിമ ബംഗാളിലെ സാഹചര്യം. ബി.ജെ.പിക്ക് റാലി നടത്താൻ അനുമതി നൽകാത്ത സാഹചര്യമാണ് പശ്ചിമ ബംഗാളിൽ മമത സൃഷ്ടിച്ചിരിക്കുന്നത്.